സ്റ്റുഡൻസ് എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ 10th ചാപ്റ്റർ 22 ആണ് ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു പോയമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ട്രൂത്ത് എന്നാണ് നെയിം വരുന്നത്. സത്യം, എന്താണ് സത്യം? ഈ ഒരു പോയം എന്താണ് നമ്മളെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്? അതായത് എല്ലാവർക്കും അറിയാം, നമ്മളെ ശാരീരികമായിട്ട് മുറിവേൽപ്പിക്കുന്നതിലധികം നമ്മളെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തുന്നത് വാക്കുകളാൽ ഉള്ള മുറിവുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള മുറിവിനെ കുറിച്ചിട്ടാണ് ഈ ഒരു എൻറ്റയർ പോയമും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പോയമിലേക്ക് കടക്കാം. സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്, നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ് മെ ബ്രേക്ക് മൈ ബോൺസ് ബട്ട് വേർഡ്സ് ക്യാൻ ഓൾസോ ഹേർട്ട് മീ. അപ്പം ഈ ഒരു സ്റ്റാൻസിലെ ആദ്യത്തെ ലൈൻസ് എന്തിനെ കുറിച്ചിട്ട് പറയുന്നത്? സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ് മെ ബ്രേക്ക് മൈ ബോൺസ്. സ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടികൾ ഉണ്ടാവുമല്ലോ, അത്. അതിൻ്റെ സ്റ്റോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുകൾ. ഇതെന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി ആണല്ലേ. അത് ഒരു വടിയോ കല്ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരാളെ മുറിവേൽപ്പിക്കാൻ പറ്റും. ബ്രേക്ക് മൈ ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസ്ഥികളെ തകർത്തിരിക്കാം അല്ലെങ്കിൽ തകർന്നേക്കാം ഈ ഒരു വടികളും കല്ലുകളും യൂസ് ചെയ്തിട്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന അവരെ ശാരീരികമായിട്ട് പ്രഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് പരിക്കേൽക്കാം അല്ലേ. അതൊരു ട്രൂത്താണ്. ആ ഒരു സത്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബട്ട് വേർഡ്സ് ക്യാൻ ഓൾസോ ഹേർട്ട് മീ. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ബട്ട്, പക്ഷേ, എന്നാൽ വാക്കുകളും നമ്മളെ വേദനിപ്പിക്കാം അല്ലേ. ബട്ട് വേർഡ്സ് ക്യാൻ ഓൾസോ ഹേർട്ട് മീ. വാക്കുകളും എന്നെ മുറിവേൽപ്പിക്കുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? വാക്കുകൾ ശാരീരിക മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നമ്മളെ മനസ്സിനെ അത് അത്രമേൽ തീപ്പൊരി പോലെ കത്തിക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കാം. സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്സ് ബ്രേക്ക് ഓൺലി സ്കിൻ. നെക്സ്റ്റ് എന്താണ് പോയറ്റ് പറയുന്നത്? സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്സ്, അതായത് കല്ലുകളും വടികളും എന്താണ്? ബ്രേക്ക് ഓൺലി സ്കിൻ. അതായത് നമ്മുടെ ശരീരത്തെ മാത്രം അല്ലെങ്കിൽ നമ്മൾ തൊലിയെ മാത്രമാണ് അത് മുറിവേൽപ്പിക്കുന്നത് അല്ലേ. സ്കിന്നിനെ മാത്രമാണത് മുറിവേൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ കാര്യം കൂടെ കൺവേ ചെയ്യാൻ നമ്മുടെ ശ്രമിക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള പരിക്കുകൾ സാവധാനത്തിൽ മാറൂലേ അല്ലേ. എന്നാൽ ബാക്കിയുള്ള പരിക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ടൈം എടുക്കും. എന്താണ് ആ ഒരു പരിക്ക്? അതാണ് നെക്സ്റ്റ് അല്ലേ. വൈൽ വേർഡ്സ് ആർ ഗോസ്റ്റ് ദാറ്റ് ഹോണ്ട് മീ. വൈൽ വേർഡ്സ് ആർ ഗോസ്റ്റ്. വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗോസ്റ്റ് അല്ലേ. ഗോസ്റ്റ് എന്ന് വെച്ചാൽ നോർമലി യക്ഷി അല്ലെങ്കിൽ പ്രേതം ആ ഒരു ഇതിലാണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ലൈൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകൾ ചിതറിയ ഓർമ്മകളായിട്ട് മനസ്സിൽ അത് ഭീതിപ്പെടുത്തും എന്നാണ് ഗോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കേട്ടോ. എന്താണ് ഈ ഒരു 2 ലൈൻസിലായിട്ട് പറയുന്നത്? വടിയും കല്ലുകളും ഉപയോഗിച്ചിട്ട് എൻ്റെ ശരീരത്തെ മുറിവേൽപ്പിക്കാം, എന്നിരുന്നാൽ പോലും പക്ഷേ എന്താണ് വാക്കുകൾ എങ്ങനെയാണ്? അത് മനസ്സിൽ ആഴത്തിൽ ഭീതി ഏൽപ്പിക്കുന്നുണ്ട്. ആ ഒരു മുറിവ് അതങ്ങനെ തന്നെ നിലനിൽക്കും. അത് മനസ്സിനെ ഇങ്ങനെ അലട്ടും, പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ആർ ഗോസ്റ്റ് ദാറ്റ് ഹോണ്ട് മീ എന്ന് പറയുന്നത്. ഓക്കെ, ഹോണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടയാടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിങ്ങനെ മനസ്സിനിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സ്ലാൻഡ് ആൻഡ് കർവ്ഡ് ദ വേർഡ് സ്വാഡ് ഫോൾ ടു പിയേഴ്സ് ആൻഡ് സ്റ്റിക്ക് ഇൻസൈഡ് മീ. സ്ലാൻഡ് ആൻഡ് കർവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞതും വളഞ്ഞതുമായിട്ടുള്ള ആണ് സ്ലാൻഡ് ആൻഡ് കർവ്ഡ് ദ വേർഡ്. അതായത് അത്രയ്ക്കും കൂർമ്മതയിലുള്ള വാക്കുകൾ ഉണ്ടാവില്ല. ചിലവരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവരെ മുറിവേൽപ്പിക്കണമെന്ന്, വാക്കുകളാൽ മുറിവേൽപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്കും രീതിയിലുള്ള അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് ഇവിടെ സ്ലാൻഡ് ആൻഡ് കർവ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ചരിഞ്ഞതും വളഞ്ഞതുമായിട്ടുള്ള നല്ല രീതിയിലില്ലാത്ത ടോക്സ് അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞ് ദ വേർഡ് സ്വാർഡ്സ് ഫോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് അത്തരത്തിലുള്ള വാക്കുകളുടെ വാള് വീഴുമ്പോൾ ആ ഒരു രീതിയിൽ അത്രയും വാക്കുകൾ അത്രയ്ക്കും ഷാർപ്പനായിട്ടുള്ള
അതിൻ്റെ ആ ഒരു വാള് പോലെയുള്ള വാക്കുകൾ ഇങ്ങനെ പ്രയോഗിക്കുമ്പം ടു പിയേഴ്സ് ആൻഡ് സ്റ്റിക്ക് ഇൻസൈഡ് മീ. ടു പിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, അത് ആഴത്തിൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അതങ്ങനെ വേരൂന്നിരിക്കും അല്ലേ. അത് അത്രയ്ക്ക് രീതിയിൽ അത് പിയേഴ്സ് ചെയ്യും, കുത്തുന്നതായിരിക്കും അത്തരത്തിലുള്ള വാക്കുകൾ. നേരായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല, നമ്മളത് ഒന്നെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഉപദേശിക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മളെ ചരിഞ്ഞ് നിന്ന് കുത്തുന്ന രീതിയിൽ വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, നമ്മളതിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മളെ മനസ്സിനെ വല്ലാതെ അത് ഉലയ്ക്കുന്നതായിരിക്കും. അത് അങ്ങനെ പിയേഴ്സ് ചെയ്യും, കുത്തുന്നതായിരിക്കും. പിയേഴ്സ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ വല്ലാതെ കുത്തി നോവിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ചാൻസ് പറയുന്നത്. ആൻഡ് ഇതൊരു ചെറിയ പോയമാണ് കേട്ടോ. നെക്സ്റ്റ് ഇതിലൂടെ തന്നെ പോയം കഴിഞ്ഞിട്ടുണ്ട്. ബാറ്റ്സ് ആൻഡ് ബ്രിക്സ് മേ ഏക്ക് ത്രൂ ബോൺസ്. ബാറ്റ്സ് ആൻഡ് ബ്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ബ്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കട്ടകളുണ്ടാവുമല്ലോ, അത് വെച്ചിട്ടൊക്കെ നമ്മൾ അത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ, നമ്മുടെ ബോൺസിനെ അല്ലെങ്കിൽ ശരീരത്തെ മുറിവേൽപ്പിക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു ലൈനിൽ ഉദ്ദേശിക്കുന്നത്. ബാറ്റ്സ് ആൻഡ് ബ്രിക്സ് മേ ഏക്ക് ത്രൂ ബോൺസ്. ഓക്കെ, ബട്ട് വേർഡ്സ് ക്യാൻ മോർട്ടിഫൈ മീ. പെയിൻ ഫ്രം വേർഡ്സ് ഹാസ് ലെഫ്റ്റ് എ സ്കാർ. ഇപ്പം എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ബട്ട് വേർഡ്സ് ക്യാൻ മോർട്ടിഫൈ മീ. എന്നാൽ വാക്കുകൾ എൻ്റെ ആത്മാവിനെ തന്നെ കൊല്ലുന്നു എന്നാണ്. ബട്ട് വേർഡ്സ് ക്യാൻ മോർട്ടിഫൈ മീ. ഇതിനെ നമ്മളെ തന്നെ ഈ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇല്ലാതാക്കുന്നുണ്ടെന്ന്. ഇത് വാക്കുകൾ മനുഷ്യനെ അകത്ത് നിന്ന് തകർക്കുന്നവയാണ്. അവയുടെ ആഘാതം അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതല്ലേ. അപ്പം അതാണ് ഈ ഒരു ലൈനിൽ കവി പറയുന്നത്. ബാരി വെയ്ഡാണ് പോയറ്റായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളോടായിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. പെയിൻ ഫ്രം വേർഡ്സ് ഹാസ് ലെഫ്റ്റ് എ സ്കാർ. എന്താണ് ഈ ഒരു വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെയിൻ ഫ്രം വേർഡ്സ്, അതായത് വാക്കുകളിൽ നിന്നുണ്ടായിരുന്ന മുറിവുകൾ അല്ലെങ്കിൽ വേദന, അതാണ് പെയിൻ ഫ്രം വേർഡ്സ് ഹാസ് ലെഫ്റ്റ് ഇറ്റ്സ് സ്കാർ. ഒരു നമ്മുടെ മനസ്സിൽ എന്താണ് അത് ലെഫ്റ്റ് ചെയ്യുന്നത്? അതൊരു മുറിവ് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു മുറിവ് ഉണ്ടായിരുന്ന ഭാഗത്ത് ചില പാടുകൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത്തരം വാക്കുകൾ മറക്കാനാവാത്ത വിധം നമുക്ക് ചില ദുഃഖസ്മൃതികളും കൂടെ തീർത്തിട്ടുണ്ടാവും നമ്മുടെ മനസ്സിൽ. അതാണ് പെയിൻ ഫ്രം വേർഡ്സ് ഹാസ് ലെഫ്റ്റ് സ്കാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ മൈൻഡ് ആൻഡ് ഹാർട്ട് ദാറ്റ്സ് ടെൻഡർ. ഓൺ മൈൻഡ് ആൻഡ് ഹാർട്ട് ദാറ്റ്സ് ടെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനത എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് വായിക്കണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നോക്കാം. പെയിൻ ഫ്രം വേർഡ്സ് ഹാസ് ലെഫ്റ്റ് ഇറ്റ്സ് സ്കാർ ഓൺ മൈൻഡ് ആൻഡ് ഹേർട്ട് ദാറ്റ്സ് ടെൻഡർ. അപ്പോൾ അതായത് നമ്മുടെ വാക്കുകളിൽ നിന്നുള്ള വേദന അത് നമ്മുടെ ഹൃദയത്തിലും അല്ലേ, ഹൃദയത്തിലും നമ്മുടെ മനസ്സിനെയും അത് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് നമ്മുടെ ഒരു ബലഹീനതയായിട്ട് വേണമെങ്കിൽ മാറാം. അപ്പോൾ വാക്കുകളുടെ വലുപ്പത്തിൽ നമ്മൾ തന്നെ ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത്. കട്ട്സ് ആൻഡ് ബ്രൂയിസസ് നൗ ഹാവ് ഹെൽഡ്. കട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവുകൾ അല്ലേ. പിന്നെ ബ്രൂയിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചതവുകളാണ് കേട്ടോ. കട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവുകൾ, ബ്രൂയിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതവുകൾ. നൗ ഹാവ് ഹീൽഡ്. അതിപ്പോൾ എന്തായിട്ടുണ്ട്? സുഖപ്പെട്ടിട്ടുണ്ട്. ഹീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് വേർഡ്സ് ദാറ്റ് ഐ റിമെമ്പർ. ഇറ്റ്സ് വേർഡ് ദാറ്റ് ഐ റിമെമ്പർ. എന്നാൽ മനസ്സിൽ കുത്തേറ്റപ്പെട്ട വാക്കുകൾ അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു വാക്കുകളുടെ ശക്തി അതങ്ങനെ തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് ഈ ഒരു കവിതയിലൂടെ പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? വാക്കുകളുടെ ശക്തിയെക്കുറിച്ച്, അതിൻ്റെ പവറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിത പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ശാരീരികമായിട്ടുള്ള മുറിവുകൾ മാത്രമല്ല നമുക്ക് തരുന്നത്, മറിച്ച് അതിന് ഡീപ്പായിട്ടുള്ള അത്രയ്ക്ക് ആഴത്തിലുള്ള മുറിവുകൾ നമ്മളെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അതെപ്പോഴും നമ്മളെ വേട്ടയാടും. ഹോണ്ടഡ് മീ എന്ന് പറഞ്ഞിട്ടില്ലേ നേരത്തെ ഈ ഒരു പോയമിൽ തന്നെ. അപ്പോൾ അത് നല്ല വാക്കുകൾ ആരെങ്കിലും നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ട് നല്ല വാക്കുകൾ യൂസ് ചെയ്യുക. എന്നാൽ കുരുത്ത വാക്കുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലാൻഡ് ചെയ്തിട്ടില്ല, ചരിഞ്ഞയും വളഞ്ഞയും രീതിയിലുള്ള വാക്കുകൾ, അതായത് ഒരാളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച് പറയുന്ന വാക്കുകൾ അതെന്തായിരിക്കും? ആ ഒരാളുടെ ജീവിതം തന്നെ തകർക്കാൻ കഴിയുന്നതായിരിക്കും.
അപ്പം നമ്മുടെ വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർഫുൾ വെപ്പൺ തന്നെയാണ്. നമുക്ക് നാക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലോകത്തെ തന്നെ കീഴടക്കാൻ പറ്റും. ഒരാളുടെ ജീവിതം തകർക്കാനും ഈ ഒരു ഒറ്റ നാക്ക് മതി അല്ലേ. അപ്പോൾ ഇത്രയും ഈ ഒരു കാര്യമാണ് ബാരി വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയറ്റ് നമ്മളോട് പറയുന്നത്. ഇതൊരു ചെറിയ പോയമാണ് കേട്ടോ. കുറച്ച് ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ വേർഡ്സ് അതിൻ്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഹോണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്തുടരുന്ന കാര്യങ്ങൾ. പിന്നെ എന്താ മോർട്ടിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഗ്രഹിക്കുക. സ്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടയാളം ഉണ്ടാവുമല്ലോ. ഇപ്പം എന്തെങ്കിലും മുറിവ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു അടയാളത്തെയാണ് സ്കാർ എന്ന് പറയുന്നത്. പ്രൂയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതവ് എന്നാണ് കേട്ടോ. സ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യതിയാനം എന്ന് പറയും, പക്ഷെ അത് ചരിഞ്ഞത് എന്നുള്ള ഒരു അർത്ഥം കൂടി വരുന്നുണ്ട്. സ്വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോള്. ടെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുവായ ബലഹീനമായിട്ടുള്ള കാര്യങ്ങളെന്നാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലേക്കാണ് പോകുന്നത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഒബ്ജക്ട്സ് മെൻഷൻഡ് ഇൻ ദിസ് സ്റ്റാൻസ ക്യാൻ കോസ് ഫിസിക്കൽ ഇഞ്ചുറി? നമ്മുടെ ശാരീരികമായി പരിക്കേൽക്കപ്പെടുന്ന ഒബ്ജക്റ്റിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻസിൽ നിന്ന് നമ്മൾ ശാരീരികമായിട്ട് മുറിവേൽപ്പിക്കുന്ന ഒബ്ജക്റ്റിനെ തിരഞ്ഞെടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു കവിതയിൽ ഫസ്റ്റ് ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ് അല്ലേ, വടികളും കല്ലുകളും നമ്മളെ എന്തായിട്ട് മുറിവേൽപ്പിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ നോക്കാം. വാട്ട് ഹാവ് വേർഡ്സ് ഇൻ ദ പോയം ബീൻ കമ്പയർഡ് വിത്ത്? അപ്പം ഈ ഒരു പോയമിൽ വേർഡ്സിനെ ഫസ്റ്റ് സ്റ്റാൻസിൽ എന്താണ് വേർഡ്സിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഗോസ്റ്റു ആയിട്ടാണ് അല്ലേ. അതിങ്ങനെ ഗോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ ഈ ഒരു വേർഡ്സ് അതിൻ്റെ ആ ഒരു വക്രത നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് ലോങ് അത് നമ്മളെ ഹോണ്ട് ചെയ്യും, വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ വേർഡിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഗോസ്റ്റുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നമ്മുടെ തന്നെ വാക്കുകളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. വേർഡ്സ് ആർ കോൾഡ് ഗോസ്റ്റ് ദാറ്റ് ഹോണ്ട് അസ് ബിക്കോസ്. വേർഡ്സ് എന്താണ്? വേർഡ്സിനെ നമുക്ക് ഗോസ്റ്റ് ആണെന്ന് പറയാം. അത് നമ്മളെ വേട്ടയാടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് വേട്ടയാടുന്നത്? ദേ ട്രബിൾ അവർ മൈൻഡ് ഫോർ എ ലോങ് ടൈം. എന്താണ് ഈ ഒരു വേർഡ്സ് നമ്മളെ മൈൻഡിനെ കുറേ സമയത്തേക്ക് അത് ട്രബിൾ ചെയ്യുന്നുണ്ട് അല്ലേ, കുഴപ്പത്തിലാക്കുന്നുണ്ട്. ആണോ? അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ലേ? വേർഡ്സ് ആർ കോൾഡ് ഗോസ്റ്റ് ദാറ്റ് ഹോണ്ട് അസ് ബിക്കോസ് ദേ ട്രബിൾ അവർ മൈൻഡ് ഫോർ എ ലോങ് ടൈം. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇതൊന്ന് കൂട്ടി വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക്. ഈ ഒരു ഫസ്റ്റ് വേർഡ് അതിൻ്റെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതെന്ന് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ ഈ ഒരു കവിതയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, വേർഡ്സ് ആർ കോൾഡ് ഗോസ്റ്റ് ദാറ്റ് ഹോണ്ട് അസ് ബിക്കോസ്. വേർഡ്സ് എന്താണ്? ഗോസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അത് നമ്മളെ വേട്ടയാടുന്നുണ്ട്. എങ്ങനെയാണ് വേട്ടയാടുന്നത്? ദ ട്രബിൾ അവർ മൈൻഡ് ഫോർ എ ലോങ് ടൈം. അതായത് കുറേ അധികം വർഷത്തേക്ക്, ഒന്നെങ്കിൽ നമ്മുടെ ജീവിതാവസാനം വരെ തന്നെ ആ ഒരു വാക്കുകൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ആൻസറാണ് അല്ലേ. എന്നിരുന്നാലും നെക്സ്റ്റ് ആൻസേഴ്സൊക്കെ ഇതിന് ആപ്റ്റ് ആണെന്നും കൂടെ നമുക്ക് നോക്കാം. ദേ ആർ ഇൻവിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അദൃശ്യമായതാണോ വേർഡ്സ്? അല്ല, അങ്ങനെ ഒരു കാര്യമേ നമ്മുടെ ഈ ഒരു പോയമിൽ പറയുന്നില്ല. അതപ്പോൾ എന്തായാലും തെറ്റാണ്. വി കനോട്ട് ഫൈറ്റ് ദം ഓർ ഓവർകം ദം. അപ്പം നമുക്കൊരിക്കലും അതിനോട് ഫൈറ്റ് ചെയ്യാൻ, അടികൂടാൻ പറ്റത്തില്ല. ഓർ ഓവർകം മറികടക്കാനോ പറ്റത്തില്ല. വാക്കുകളെ മറികടക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് മറികടക്കാം. ഒരാൾ പറഞ്ഞ വാക്കിനെ മറികടന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വേർഡ്സ് ആർ കോൾഡ് ഗോസ്റ്റ് ആൻഡ് ദാറ്റ് ഹോണ്ട് അസ് ബിക്കോസ് ഓഫ് എന്താണ്? ദേ ട്രബിൾ അവർ മൈൻഡ് ഫോർ എ ലോങ് ടൈം. അതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ.
ഇവിടെ അതേപോലെ തന്നെ വരുന്നത്. വേർഡ്സ് ഹാവ് ബീൻ കോൾഡ് സ്പോർട്സ് ഇൻ സെക്കൻഡ് സ്റ്റാൻസ. വൈ? അപ്പോൾ വേർഡ്സിനെ സെക്കൻഡ് സ്റ്റാൻസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്തായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? സ്വേർഡ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പോർട്സ് എന്ന് വാൾ എന്നാണ് സ്വേർഡിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ സ്വേർഡ്സ് എന്ന് പറയാൻ കാരണം എന്താണ്, വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു, അതായത് സ്വേർഡ് ആണെങ്കിലും വേർഡ് ആണെങ്കിലും അത് ഹേർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ, അല്ലേ? ഡീപ്പായിട്ട് തന്നെ അത് നമ്മളെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ദേ ആർ ഷാർപ്പ് ആൻഡ് ഹേർട്ട് ഡീപ്ലി. ഹെൻസ് എന്താണ് ഈ ഒരു വേർഡിനെ സ്വേർഡ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. വിച്ച് ടു വേർഡ്സ് ഡിസ്ക്രൈബ് ദി സ്വേർഡ്? അപ്പോൾ സ്വേർഡിനെ, അതായത് വാളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വിശദീകരിക്കുന്ന 2 വേർഡ്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ പോയമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലാൻഡ് ആൻഡ് കർവ്ഡ്, അതായത് ചരിഞ്ഞതും വളഞ്ഞതും. അതായത് വാക്കുകൾ അത്രമേൽ കൂർത്തതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? സ്ലാൻഡ് ആൻഡ് കർവ്ഡ്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെലക്ട് ദി മീനിങ് ഔട്ട് ഓഫ് ദി വേർഡ്സ് ഗിവൺ ബിലോ ദാറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദി ലൈൻ പിയേഴ്സ് ആൻഡ് സ്റ്റിക്ക് ഇൻസൈഡ് ഇൻ സ്റ്റാൻസ 2. അപ്പോൾ ഇത് 2ാമത്തെ സ്റ്റാൻസയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണത് പറയുന്നത്? പിയേഴ്സ് ആൻഡ് സ്റ്റിക്ക് ഇൻസൈഡ്. ഈ ഒരു ഫ്രേസ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എക്സാക്റ്റ് മീനിങ് വരുന്ന ശരിയായിട്ടുള്ള ആൻസർ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പിയേഴ്സ് ആൻഡ് സ്റ്റിക്ക് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, അത് കുത്തി നോവിക്കുന്നുണ്ട്. പിയേഴ്സ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത്രയും കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്, അല്ലേ? സ്റ്റിക്ക് ഇൻസൈഡ്, നമ്മുടെ ഉള്ളിൽ തന്നെ അതിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിൽക്കും, അതങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പിയേഴ്സ് ആർ സ്റ്റിക്ക് ഇൻസൈഡ്, ഇത് മുറിവേൽപ്പിക്കുകയും ഉള്ളിൽ തന്നെ അതങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസിന് കറക്റ്റ് മീനിങ് തരുന്നതും താഴെ നിന്നുള്ള ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ഇമ്പാക്റ്റ് ഓഫ് ബിറ്റർ വേർഡ്സ് ഈസ് ഡീപ്പ് ആൻഡ് ലോങ് ലാസ്റ്റിങ്. ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്വാധീനം എന്നാണ് അർത്ഥം വരുന്നത്. ബിറ്റർ വേർഡ്സ്, കയ്പേറിയ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നല്ല രീതിയിലും ആഴത്തിലും അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, അല്ലേ? അത്രമേൽ കൂടുതലായിട്ടും നിലനിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതാണോ ഇതിൻ്റെ ആൻസർ വരുന്നത്? തീർച്ചയായിട്ടും അതൊരു ആൻസറാണ്, അല്ലേ? ഇനി വേറെ ആൻസേഴ്സ് ഉണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. കാരണം ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, പിയേഴ്സ് ആൻഡ് സ്റ്റിക്ക് ഇൻസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി നോവിക്കുന്നുണ്ട്, കൂടാതെ അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പം 1ാമത്തെ ഓപ്ഷനിലും അത് തന്നെയാണ് മീനിങ് വരുന്നത്. ദ ഇമ്പാക്റ്റ് ഓഫ് ബിറ്റർ വേർഡ്സ് ഈസ് ഡീപ്പ് ആൻഡ് ലോങ് ലാസ്റ്റിങ്. അതെന്താണ്? അതിൻ്റെ സ്വാധീനം, ഇത്തരം വേർഡ്സിൻ്റെ സ്വാധീനം അത് നമ്മളിൽ തന്നെ ആഴത്തിലും കൂടുതൽ കാലവും നിലനിൽക്കുന്നു എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോയെന്ന് നോക്കാം. സ്വേർഡ്സ് ഇൻജുർ ഷാർപ്പ്ലി. 2ാമത് വരുന്നത് വാള് ഷാർപ്പായിട്ട് തന്നെ പരിക്കേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാളിനെ കുറിച്ചിട്ട് അല്ല പറയുന്നത്, വേർഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് തെറ്റാണ്. ദ വൂണ്ട് കോസ്ഡ് ബൈ എ സ്വാഡ് ഡസൻ ഹീൽ അപ്പ്. അതായത് ഇവിടെയും നിങ്ങൾ നോക്ക്, സ്വാഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലേ? അതായത് വാളാൽ ഉണ്ടാവുന്ന മുറിവ്, വൂണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവ് എന്നാണ്. അതാൽ ഉണ്ടാവുന്ന മുറിവ് അതൊരിക്കലും മായത്തില്ല എന്ന്, ഹീൽ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ റിമൈനിങ് ആയിട്ട് ഉണ്ടാവും എന്നാണ്. അങ്ങനെ ഉണ്ടാവോ? ഇല്ല, അല്ലേ? വാളുകൊണ്ട് ഉണ്ടാക്കിയ മുറിവിനെ നമുക്ക് ഹീൽ ചെയ്ത് മാറ്റാൻ കഴിയും, അതിനെ ശമിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്കതിന് മരുന്ന് വെച്ച് പുരട്ടിയാൽ മതി. പക്ഷേ ശക്തമായിട്ടുള്ള വാക്കുകളാലുള്ള മുറിവുകൾ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയത്തില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ഇൻഡിവിജ്വൽ ആണ്. ഓരോരുത്തർക്കും, ചിലവർക്ക് പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു പോകും അവരുടെ ക്യാരക്ടർ വെച്ചിട്ട്, ചിലവർക്കത് ലൈഫ് ലോങ് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നുണ്ടാവും ഇത്തരത്തിലുള്ള വാക്കുകൾ. അപ്പോൾ എന്താണ് ആൻസർ? 1ാമത്തെ ഓപ്ഷൻ തന്നെയാണ്, അല്ലേ? അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. ബാക്കി 2ഉം തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു കവിതയാണ്. വാക്കുകളാൽ ഉണ്ടാകുന്ന മുറിവുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിത പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഹെഡിങ് വരുന്നത് ദ ട്രൂത്ത് എന്ന്. ഉള്ള സത്യമാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കവിതയ്ക്കും ട്രൂത്ത് എന്ന പേര് വരുന്നത്. അപ്പോൾ എൻ്റെ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.